ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ലോഗാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലാണ്. കാരണം ഈ വ്ലോഗിൻ്റെ ഇൻട്രോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴങ്ങ് ഇതിൻ്റെ ഇൻട്രോ എടുക്കാം. കാരണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാനൊരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഈ ലഞ്ച് വ്ലോഗിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു പ്രോപ്പർ ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. പിന്നെ ഞാൻ എണ്ണ യൂസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, മസ്റ്റർഡ് ഓയിൽ. എല്ലാവരും എനിക്കൊന്ന് ഈ കടുകെണ്ണയാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്കൊക്കെ. പിന്നെന്താണ്, ഏകദേശം എൻ്റെ ഒരു രീതിക്കുള്ള ഒരു ചിക്കൻ ബിരിയാണി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മറ്റേ മിന്നൂസ് ക്യൂസിൻ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പം പക്ഷെ ഞാൻ കുറച്ച് നാളായി ഈ ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പം വിചാരിച്ചു ഇനിയും റംസാൻ അല്ലേ, അപ്പം ഈദല്ലേ വരാൻ പോകുന്നത്. അപ്പം ഒരു ഈദ് സ്പെഷ്യലായിട്ടൊരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ചെയ്യാവുന്ന. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം ബിരിയാണി മസാല ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടീസ്പൂൺ ഷാജീരം എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ മറ്റ് കറികൾക്കൊക്കെ ചേർക്കുന്ന ജീരകം ഇല്ലേ, സാധാരണ ജീരകം, അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ജാതിപത്രി ആദ്യം കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ, പിന്നെ ഞാൻ മാറ്റിയത്, പിന്നെ ഒരു വലുത് ചേർത്ത്, പിന്നെ കുരുമുളക്, ബേ ലീഫ്, ഈ വക കാര്യങ്ങളൊക്കെ ചേർത്ത് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ആറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 ടൈപ്പ് ജീരകം ചേർത്തിട്ടുണ്ട്: പെരുംജീരകം, ഷാജീര, പിന്നെ നമ്മുടെ സാധാരണ ജീരകം. ഇനി നമുക്കുണ്ടല്ലോ, ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം മറ്റേ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇങ്ങനെ അലങ്കാരപ്പണികൾക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഇടാം. പക്ഷേ ഇത് അതിന് വേണ്ടിയിട്ടല്ല. ഉള്ളി നമ്മൾ വഴറ്റത്തൊന്നുമില്ല, അതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനും പിന്നെ ബിരിയാണിയുടെ മുകളിൽ ഇങ്ങനെ വെതറാനും കൂടെ കുറച്ച് ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഇതിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ ഹൈദരാബാദി ബിരിയാണി വെക്കുമ്പം സാധാരണ നമ്മുടെ നാട്ടിലെ ബിരിയാണിക്ക് എല്ലാവരും സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയും എന്താ പറയുന്നത് നെയ്യും കൂടെ മിക്സ് ചെയ്താൽ ചേർക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട്, കാരണം തേങ്ങ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നതിലും നല്ലത് ഈ ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ, അല്ലെങ്കിൽ അവരെനിക്ക് തോന്നുന്നു വേറെ കടുകെണ്ണയോ അങ്ങനെ വേറെന്തോ ഒരു എണ്ണയല്ലേ ചേർക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടും പിടിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ നിന്നൊക്കെ നല്ല പ്രോപ്പർ ആന്ധ്ര റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ട് എനിക്കിഷ്ടം ആ ഫ്ലേവർ. എന്താണെന്നറിയത്തില്ല, നല്ല ടേസ്റ്റ്. അവരിനി ആ എണ്ണയാണോ അവരുടെ എണ്ണയാണോ ഉപയോഗിക്കുന്നത്, അതോ സൺഫ്ലവർ ഓയിലാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ് ആ ടേസ്റ്റ്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരും, ആ ഒരു തേങ്ങ എണ്ണയുടെ നമ്മുടെ നാടൻ ഒരു ടേസ്റ്റ് വരും. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഇതിൽ പിന്നെന്താണ്, ഇനിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ഇനി ഇതിനകത്ത് വേണ്ടത്. അതും ഈ സബോള മാത്രമേ ഉള്ളൂ, അല്ലാതെ തക്കാളി ഒന്നും ഇവർ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ മസാലകളും. ഇനി ഇതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ വരും. അതായത് ഗരം മസാലയായിട്ട് ഉപയോഗിക്കത്തില്ല, ഈ ഒരു ബിരിയാണി മസാലയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനി നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഈ നമ്മുടെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, കുറച്ച് ഒരു പകുതി പരിപാടി രീതി. കാരണം ഈ ഒരു ഫ്രൈയിങ് പരിപാടി തീരും. പിന്നെ അരി ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം, അതാണ് വേറൊരു പരിപാടി. ഇനി നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുക്കുക. അപ്പം എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അത് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ തുറന്ന് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം വെള്ളത്തിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പച്ചമുളക്, കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഉപ്പിടണം. ഉപ്പ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് അറിയണം, ആ രീതിയിൽ ഉപ്പ് ചേർക്കുക.
അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതങ്ങ് കോരി മാറ്റുക. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി അങ്ങ് ഓവറായിട്ട് മൂത്ത് കരിഞ്ഞു പോവും. മീൻസ് ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റിലേക്ക് വരും. അപ്പം വെള്ളത്തിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇനി ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ 10-15 അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് ചേർക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഈ ലോങ് ഗ്രെയിൻ തന്നെ ചേർക്കണം, നമ്മുടെ ബസ്മതി റൈസ്. അല്ലാതെ ജീരകശാല അരി ഈ ഹൈദരാബാദി ബിരിയാണിക്ക് ഉപയോഗിക്കല്ലേ, നീളമുള്ള അരി തന്നെ ഉപയോഗിക്കണം. ഇനി വെള്ളം തിളച്ചതിന് ശേഷം ഇതൊരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേനും ഇതങ്ങ് കോരി മാറ്റുക. ഒത്തിരി നേരം അരി എന്താ പറയുന്നത്, വെള്ളത്തിനകത്തിട്ട് വേവിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് തന്നെ കുറച്ച് ഒരു 5-8 മിനിറ്റിനുള്ളിൽ ഇത് വെന്തു വരും. അതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ മുറിഞ്ഞു പോകണം. ആ ഒരു പാകത്തിന് ഈ അരി അങ്ങ് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു പിടി മല്ലിയിലയും അതിൽ കുറച്ച് പകുതി പുതിനയിലയും, അങ്ങനെ ആ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോള, അത് മുഴുവനും ചേർക്കേണ്ട, കുറച്ച് നമുക്ക് ബിരിയാണി ചേർക്കാൻ വേണ്ടിയിട്ട് വെക്കണമല്ലോ അത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പൊടിച്ച് അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെയും 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. ആ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അനുസരിച്ച് വേണം ഈ എരിവൊക്കെ ചേർത്തെടുക്കാൻ. അതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞത്, ഇത്രയും ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കത്തില്ല. ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി ഇത്രയും വലിയ ചിക്കൻ്റെ പീസ് എടുക്കാറില്ല. ഇത് ഒരബദ്ധം പറ്റി ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് കുറച്ചുകൂടെ ചെറിയ ചിക്കൻ്റെ പീസസാണ് ഇഷ്ടം. സാധാരണ ഞാൻ ബിരിയാണി വയ്ക്കുമ്പോഴും ചെറിയ പീസാണ് മേടിക്കുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ടോ ബിരിയാണി കട്ട് വാങ്ങിച്ചു, അത് കുറച്ച് വലുതായിപ്പോയി. എനിക്ക് കുറച്ചുകൂടെ ചെറുതായി ഇഷ്ടം. പിന്നെ നമ്മൾ കുറച്ച് ആ ഓയിൽ, നമ്മൾ ഉള്ളി വറുത്ത ഓയിൽ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അത് എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ പീസസൊക്കെ വെച്ച് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കുക. ഞാൻ ഇച്ചിരി ഗ്രേവി രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റിച്ചെടുക്കുന്നില്ല, കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു പരിപാടിയില്ല. ഇതിനി അങ്ങ് അടച്ച് വെക്കുക. ചിക്കൻ അങ്ങ് വെന്ത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാവും. കാരണം അരി ഓൾറെഡി എല്ലാം വെന്തിരിപ്പുണ്ട്. പിന്നെ ഇത് ദമ്മിട്ടാൽ മാത്രം മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ ആ വറുത്ത് വെച്ച ആ ഒരു എണ്ണയില്ലേ, ആ എണ്ണ മുഴുവനും എടുത്തിട്ടില്ല. ആ എണ്ണ ഞാൻ പകുതിയേ എടുത്തിട്ടുള്ളൂ. പകുതിയല്ല, ആ എണ്ണയുടെ കുറച്ച് ഭാഗം മാത്രമേ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനി വേകട്ടെ. ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ അരി ഞാൻ കുറച്ച് നേരത്തെ വെച്ചുപോയി. കാരണം എല്ലാം റെഡിയാണെന്ന് ഞാൻ വെച്ചാൽ അരി അങ്ങ് വേവിച്ച് വെക്കാണ്. സാധാരണ ചിക്കൻ റെഡി ആയിട്ട് അരി വേവിച്ചാലും മതി. അപ്പോൾ ചിക്കനാണ് ലാസ്റ്റ് ആയത്. ആക്ച്വലി ചിക്കൻ ആക്കിയിട്ട് അരിയാക്കുന്നതാണ് നല്ലത്, അതൊരു കാര്യം. പിന്നെ അരിക്ക് 1 കപ്പ് റൈസിന് ഞാനൊരു 6 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ഞാൻ തുറന്ന് വെച്ചല്ലേ വേവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചെന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ പോട്ട് കുക്കിംഗ് ആയതുകൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 9 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തുറന്ന് വെച്ച് ആ അരി വേകുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇത് വലുതായി ഇങ്ങനെ വെന്തങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു സമയം അതിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതൊരു 1/4 പരുവമൊക്കെ വേകുമ്പോഴത്തേനും ഇനി എടുത്ത് മാറ്റണം. അപ്പം എന്ത് ചെയ്യും, ഇപ്പം തുറന്നിരുന്നപ്പോഴത്തേനും നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ദം ചെയ്യുമല്ലോ, ദം ചെയ്യുമ്പോൾ അതൊന്നുകൂടെ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പം അതിങ്ങനെ നോക്കണം. അതിങ്ങനെ വലുതായി ലോങ് റൈസ് ഇങ്ങനെ ലോങ് ആയിട്ട് വരുന്ന ഒരു പരുവമുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞെക്കുമ്പോഴത്തേനും ഇത് രണ്ടാകും. ആ ഒരു പാകത്തിന് ഇങ്ങനെ കോരിയെടുത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ച് ഇത് ഇരുന്നും കൂടെ ഒന്ന് കുറച്ചൊന്ന് ആറുമ്പോഴത്തേനും ഒന്ന് വേഗം. പിന്നെ ദം ഇടുമ്പോഴത്തേനും ഇത് കറക്റ്റ് വെന്തോളും. അരി ഇട്ടിട്ട് പോകല്ല.
അതാണ് ഞാൻ പറയുന്നത്. ഉള്ളി മൂക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും. ഉള്ളി ഒന്ന് ജസ്റ്റ് ആ ഒരു ഉള്ളി മൂപ്പിക്കുന്നതിന്റെ കാര്യം പറയുമ്പോഴത്തേന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എടുക്കണം. അല്ല നമ്മൾ അങ്ങ് കറക്കാൻ നോക്കിയിരിക്കുക. അല്ല ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ആ ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുമ്പോഴേ ഇങ്ങനെ ആക്കി എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പം കറക്റ്റ് മൂപ്പാവും. അത് ഇങ്ങനെ ഇരുന്ന് മൂക്കും. കറക്റ്റ് ആ ഒരു നിറത്തിൽ, ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവും. അല്ലെങ്കിൽ അത് കറുത്തു പോകും. കറുത്തൊരുമാതിരി എനിക്ക് അങ്ങനെ പോകുമ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് ഒക്കെ വരും. ഇത് ആ ഒരു മധുരവും എന്താ പറയുന്ന ഉള്ളി പാകത്തിന് മൂത്ത ഉള്ളിക്ക് നല്ല ഒരു ടേസ്റ്റ്. ആ മധുരവും ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ നല്ലതാണ്. അപ്പം അങ്ങനായി കിട്ടും. പിന്നെ ചിക്കൻ, ഇപ്പൊ ചിക്കൻ ഞാനിത് ഒന്ന് നോക്കിയതാണ്. ഞാൻ ഈ വർത്താനം പറയുന്നത് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് വേവിക്കുന്നത്, ഇത് പറയുന്നത്. അപ്പം ഇത് ചിക്കൻ നമ്മൾ ഇങ്ങനെയുള്ള വഴച്ചൊന്നും വേണ്ട, ഇങ്ങനെ മൂപ്പിച്ച് മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ട് കുറച്ചൊരു ശകലം ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. കുറച്ചൊരു ചൂടുവെള്ളവും കൂടി ഈ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് വേണം ഇതിങ്ങനെ വേവിച്ച് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഈ നമ്മൾ മാരിനേഷൻ അങ്ങ് മൂത്ത് പോകും, ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. ഒന്ന് ഇതിങ്ങനെ, കാരണം ചിക്കൻ വേകാൻ കുറെ സമയവും വേണം. ഉള്ളി നമ്മൾ ഓൾറെഡി മൂപ്പിച്ച ഉള്ളിയാണ്, വറുത്ത ഉള്ളിയാണ്. അപ്പം കുറച്ചൊരു ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം കൊണ്ട് ഈ ഉള്ളി അങ്ങ് നമ്മൾ മാരിനേഷൻ ഓവറായിട്ട് അങ്ങ് മൂത്ത് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ അടുക്കി പിടിക്കാതെ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി, ഇനി ഇത് വെന്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് ഒരു ലോ ഫ്ലെയിം, ഇതൊരു സ്ലോ കുക്കിംഗ് പരിപാടിയാണ്, ലോ ഫ്ലെയിമിൽ ഇരുന്ന് അത് വെന്ത് വറ്റി വരും. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ ദമ്മിടുക. ഇതിന് ഈ കാഷ്യൂ കിസ്മിസ് പരിപാടികളൊന്നുമില്ല, നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നില്ല അങ്ങനെ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ വഴറ്റുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എളുപ്പമാണ്. ഗീ റൈസിന് നമ്മൾ എടുക്കുന്ന കൂട്ട് ഉള്ളി, ചോറിനകത്ത് നമ്മൾ ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഇതില്ല. ആക്ച്വലി വീഡിയോ ഒന്നും എടുക്കാനില്ലെങ്കിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ചോറ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുക്കറിൽ ഒറ്റയടി അടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അത് ഗീ റൈസ് ആണെങ്കിൽ കുഴപ്പമില്ല. മീൻസ് നമ്മുടെ നാടൻ ബിരിയാണിക്ക് ഗീ റൈസ് വെക്കുമ്പോൾ ഇങ്ങനെ വറ്റിച്ചെല്ല എടുക്കുന്നത്. അപ്പം കുക്കറിൽ അങ്ങനെ വെച്ചാലും ആ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഹൈദരാബാദി ബിരിയാണിക്കൊക്കെ ഇങ്ങനെ തന്നെ എടുക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് ആ ഒരു അരിയുടെ ടെക്സ്ചർ ആണേലും പിന്നെന്താണ് ആ ഒരു ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അത് ഗീ റൈസ് പോലല്ല ഈ അരി വേവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു രീതി തന്നെ. അത് ഇച്ചിരി നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം, അത് വേകുന്നത് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കണം. പക്ഷെ പെട്ടെന്ന് ഒരു 5-8 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒത്തിരി നേരമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരു 10-30 മിനിറ്റ് കുതിർത്ത അരിയും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അരി കുതിർത്ത അരി നല്ല ഇങ്ങനെ വേവിക്കുമ്പം അരി കുതിർത്തേ വേവിക്കാവുള്ളൂ. എന്നാൽ ആ അരി കുറച്ചുകൂടെ ഒന്ന് പൊലിക്കുക. അങ്ങനെ ആ ഒരു ലോങ് ഗ്രെയിൻ അല്ലേ ഈ ബസ്മതി റൈസ്, മറ്റേ നമ്മുടെ ജീരകശാല അരി പോലെ അല്ലല്ലോ. അതിങ്ങനെ നീളം, അതിന്റെ ഫുൾ ആ ഒരു നീളം വെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുതിർത്തിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ചിക്കൻ വെന്ത് കഴിഞ്ഞ് ദമ്മിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇനി. അപ്പം ഞാൻ ഈ ഒരു പാകത്തിനാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഞാനങ്ങ് വറ്റിച്ചിങ്ങനെ ഫ്രൈ ഒന്നും ആക്കി എടുക്കുന്നില്ല, ഇങ്ങനെ ഒരു ഗ്രേവി രീതിയിൽ. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനെ ഗ്രേവി ആയിട്ട് ദമ്മിടുമ്പോഴത്തേനാണ് ആ ഒരു നല്ല ഒരു എന്താ പറയുന്നത് ആ ഒരു രീതിയിൽ ബിരിയാണി കിട്ടുന്നതായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. സാധാരണ നമ്മുടെ ബിരിയാണിയൊക്കെ ലെയർ ചെയ്യുന്ന പോലെ ചിക്കനും ഗ്രേവിയൊക്കെ ആയിട്ട് ലെയർ ചെയ്യുക. പിന്നെ അലൂമിനിയം ഫോയിൽ ഇട്ട് കവർ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ പക്ഷേ ഇത്തവണ അതൊന്നും ചെയ്തില്ല, എനിക്ക് ചെറിയ മടിയൊക്കെ കയറി ലാസ്റ്റ് ആയപ്പോഴത്തേനും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല, ജസ്റ്റ് നന്നായിട്ട് അടച്ചു വെച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്,
ലാസ്റ്റ് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയൊക്കെ ചേർക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞങ്ങൾക്ക് ഇതിൽ ഒത്തിരി ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ട് ചേർത്തില്ല. അപ്പം ഞാൻ പിന്നെ ഇതിനകത്ത് മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ചേർത്തിട്ടില്ല. കാരണം ഓവറായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ ശരിക്കും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർക്കണമെന്നാണ് കേട്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 5 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ഒരു 1.5 കപ്പ് റൈസും ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു പിടി എന്ന് പറഞ്ഞാലും ഞാൻ ഒരു പിടി അത് ചേർത്തിട്ടില്ല മല്ലിയിലയും പുതിനയിലയും. കാരണം എനിക്കൊന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിൽക്കുമ്പോൾ അത്രയും ടേസ്റ്റ്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്രയും ഒരു മല്ലിയില പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ടും ചേർത്തിട്ടുള്ളൂ. മല്ലിയിലയുടെ പകുതിയെ ഞാൻ പുതിനയില ചേർത്തിട്ടുള്ളൂ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ചിക്കൻ്റെ മസാല എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പം ഞാൻ നന്നായിട്ട് വറ്റിച്ചിങ്ങനെ ഇതാക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിലും നല്ലത് കുറച്ച് ഗ്രേവിയിൽ ഇരുന്നിട്ട്. അപ്പം അങ്ങനെ ഞാനൊരു പ്രാവശ്യം വെച്ച് നോക്കിയപ്പം കുറച്ചുകൂടെ നന്നായിട്ട് വന്നു. ആ ഒരു ചിക്കൻ കറി അങ്ങ് ചിക്കൻ്റെ ഇതങ്ങ് ഒത്തിരി വറ്റി പോകാതെ ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും ചിക്കൻ ഞാൻ ഫുൾ കുക്ക് ചെയ്യും. എല്ലാവരും പറയുന്നത് ഇപ്പം റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ദം ഇടുന്നതിന് മുമ്പ് ഒരു 1/4 ഭാഗം വെന്താൽ മതിയെന്നാണ്. പക്ഷേ ചിക്കൻ്റെ കേസ് അരി ശരിയാണ്, പക്ഷേ ചിക്കൻ്റെ കേസിൽ എനിക്കൊരു അസംതൃപ്തി തോന്നും. ചിക്കൻ ഇനി മുഴുവനും വേകുമോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്യും, ചിക്കൻ ഒരുമാതിരി വേവിച്ചിട്ട് കുറച്ച് ഒരു ഗ്രേവി രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതാണ് ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അത് ഫുള്ളൊന്ന് അങ്ങനെ ഇച്ചിരി ഗ്രേവിയായിട്ട് ദം ഇടുമ്പോഴത്തേനും നല്ലതായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചുകൂടെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു റൈസിലേക്കും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാൻ പിന്നെ ഞാൻ എന്താ പറയുന്നത്, അപ്പം മല്ലിയിലും പുതിനയിലൊക്കെ ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ ചേർക്കുക. അത്രയൊക്കെ ഉള്ളൂ. ആക്ച്വലി ഈ എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മളിങ്ങനെ വഴറ്റി ഒന്ന് കുറേ നേരം സമയം എടുക്കണ്ട, ഓരോരോ സ്റ്റെപ്പ് അങ്ങനെ ഒത്തിരി ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് ചിക്കൻ അങ്ങ് പുരട്ടി വെക്കുക, അങ്ങ് ചിക്കൻ വേവിച്ചെടുക്കുക, റൈസ് വേവിച്ചെടുക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക, ദമ്മിടുക, തീർന്നു പരിപാടി. പിന്നെ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സൈഡ് ഡിഷായിട്ട് ഇവിടെ ശ്രീഹരിക്ക് ഒന്നും വേണ്ടല്ലോ. ഞാനതുകൊണ്ട് കുക്കുംബറും ക്യാരറ്റും ഞാൻ പ്രത്യേകം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാലഡ്. അതെന്തായാലും തിന്നേ പറ്റത്തുള്ളൂ. കാരണം ബിരിയാണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിക്കണം. പ്രത്യേകിച്ച് ഈ സാലഡായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് തൈരിനകത്തിട്ട് ശ്രീഹരിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുക്കുംബറും ക്യാരറ്റും ഞാൻ പ്രത്യേകം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ അച്ചാറും പപ്പടവും ഒന്നും ഇവിടെ വേണ്ട. ആ വക പരിപാടി ഒന്നും ഇല്ല, ഇത് മാത്രം മതി. പിന്നെ അതിൻ്റെ കൂടെ കുക്കുംബറും ക്യാരറ്റും അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ദമ്മൊക്കെ ഇട്ടൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. ഇതിങ്ങനെ എപ്പോഴും ഒരേ ബിരിയാണി വെക്കുന്നവർ ഈ ആന്ധ്ര നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ശ്രീഹരിക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഈ ഒരു നാടൻ ചിക്കൻ ബിരിയാണി ആണ് ഇഷ്ടമെങ്കിലും, ഇതിലും ഇഷ്ടം നാടനാണേലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇവരുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആന്ധ്ര ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആന്ധ്ര വെജ് മീൽസ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്, വെജിറ്റേറിയൻ തന്നെ ആണെങ്കിലും. പിന്നെന്താണ്, അപ്പം ഞാൻ ഈ മറ്റേ തമിഴ് ക്യൂസീൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരുമാതിരി മിക്കവട്ട ഇന്ത്യൻ ക്യൂസീനൊക്കെ എനിക്കിഷ്ടമാണ്. ആന്ധ്ര ഇഷ്ടമാണ്, തമിഴ് ഇഷ്ടമാണ്. തമിഴ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ലഞ്ച് അവരുടെ വലുതായിട്ട് ഇഷ്ടമല്ല, ബ്രേക്ക്ഫാസ്റ്റാണ് തമിഴ് ക്യൂസീനിൽ എനിക്കിഷ്ടം. ആന്ധ്ര പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നല്ല, ഡിന്നറും എല്ലാം അവരുടെ നല്ല ഭയങ്കര സ്പൈസും ഉണ്ട്, നല്ല ഫ്ലേവർ ഭയങ്കരമായ ഫ്ലേവർഫുള്ളാണ്. ഒരു ഗുണ്ടൂർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. എനിക്ക് സ്വീകരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇവിടെ. പക്ഷേ ഇച്ചിരി സ്പൈസ് കൂടുതൽ, എരിവ് കൂടുതലാണ്. ഇവിടെ ഒരു ആന്ധ്ര റെസ്റ്റോറൻറ്റിൽ ഇവിടെ എല്ലാം മിക്കവാറും ഉള്ളിടത്തൊക്കെ ഞാൻ ഏറ്റവും ടേസ്റ്റായിട്ട് ഇവിടുന്ന് ഗുണ്ടൂർ ചിക്കൻ ബിരിയാണി കഴിച്ചിരിക്കുന്നത് വൈറ്റ് ഫീൽഡിലുള്ള ഫിനിക്സ് മോളിൽ, ഞാൻ കടയുടെ പേര് മറന്നുപോയി, അവിടുന്ന്
അവിടെ ഫുഡ് കോർട്ടിൽ ഒരു കടയിൽ നിന്നാണ് ഗുണ്ടൂർ ചിക്കൻ ബിരിയാണി. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം ആ ബിരിയാണിക്ക്. ഗുണ്ടൂർ ചിക്കൻ ബിരിയാണി, ഗൊങ്കൂര ചിക്കൻ ബിരിയാണി, ഇതിനൊക്കെ ഭയങ്കര ഫ്ലേവറാണ്. പല ഗൊങ്കൂര എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഇലയുണ്ട്, ഗൊങ്കൂര ലീവ്സ്. ആ സംഭവം വെച്ചുള്ള ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയും എല്ലാം ഉണ്ട് ഇവർക്ക്. ബിരിയാണി മസാല അധികം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ എടുക്കുന്നത്. അതെന്തായാലും അധികം വരും. ആ അധികം ഉള്ളത് നല്ലൊരു മറ്റേ ഗരം മസാല സൂക്ഷിക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിലും ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇല്ലെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കുമ്പം അത് ശകലം ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവർ ആകും. ഈ പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ വേറൊരു ഫ്ലേവർ ചിക്കൻ കറി കിട്ടും. സ്ഥിരമുള്ള ചിക്കൻ കറിയിൽ നിന്നും വേറൊരു ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ കറി കിട്ടും. അത് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ മസാല എടുത്തങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതി. പുറത്തിരുന്നാൽ കേടാവുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് അങ്ങ് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് മസാല വെച്ചാലുള്ള കുഴപ്പം, ഏത് പൊടികൾ വെച്ചാലും അതിൻ്റെ ആ ഒരു മണത്തിനൊക്കെ കുറച്ചൊന്ന് ഡിമ്മാകും. നമ്മൾ പുറത്ത് വെക്കുന്ന പോലെയല്ല, ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ആ ഒരു മണം കുറച്ച് അതിൻ്റെ ആ ഒരു ഗരം മസാലയ്ക്കാണെങ്കിലും ഇങ്ങനെയുള്ള മസാലകൾക്കൊരു ഭയങ്കര ഒരു മണമില്ല, അത് കുറച്ചൊന്ന് ഡിമ്മാകും. പക്ഷേ കുറച്ച് നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത്, ഇപ്പോൾ ഈ മസാല എനിക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടി വരും. കാരണം അത്ര ഒരു ഇപ്പം നമുക്ക് പുറത്ത് വയ്ക്കുമ്പോൾ ചീത്തയാകാത്ത രീതിയിലല്ല ഞാൻ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കുകയല്ലേ ചെയ്ത്. അപ്പം അതെനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ കുറച്ച് ദിവസം ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച അടുത്ത ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അശാലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഇത് നമ്മുടെ ബിരിയാണി എങ്ങനെയാണെന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദം ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടിട്ടേ ഉള്ളൂ, ഈ കിഴുത്ത പോലും അടച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഒരു പേപ്പർ ഇട്ടോ അല്ലെങ്കിൽ ഒരു കറിവേപ്പിലയുടെ തണ്ടിട്ടോ അതും കൂടെ അടച്ചു വെച്ചാൽ നല്ലതാണ്. ഇപ്പം ഞാൻ പക്ഷെ അതൊന്നും അടച്ചു വെക്കുന്നില്ല. ഇങ്ങനെ ദം ഇടുന്ന രീതിയിൽ മറ്റേ അലൂമിനിയം ഫോയിലിട്ട് മൂടിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല. അത് കുഴപ്പമില്ല, കാരണം അത്യാവശ്യം എല്ലാം വെന്തതാണ്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. അപ്പം ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൂട്ടി വെക്കുക. ബാക്കി ഇത് ആക്ച്വലി ശരിക്കും ദമ്മിടുന്ന ഒരു 45 മിനിറ്റ് വെക്കണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതിങ്ങനെ ഇരിക്കണം. അപ്പം അത്രയും നേരം ഇരുന്നാലാണ് അത് സെറ്റായി കിട്ടുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 40 മിനിറ്റ് ഒന്നും ഞാൻ വെക്കത്തില്ല. ഞാനൊരു 10-30 വെക്കും. അരമണിക്കൂർ വെച്ചിട്ട് അങ്ങ് എടുക്കും. കാരണം ഇത് ഓൾറെഡി എല്ലാം ഒന്ന് കുക്കായതാണ് ഒരുമാതിരി. ഇനി അതെല്ലാം കൂടെ ഇരുന്നൊന്ന് ആവി കയറി ഒന്ന് സെറ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ദമ്മൊക്കെ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ബിരിയാണിയാണ്. ഈ ആന്ധ്ര ബിരിയാണീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആന്ധ്ര ബിരിയാണീസൊക്കെ. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണമല്ലോ. എന്നിട്ട് ഞാൻ മസാല കൂടുതലുള്ള റൈസും മസാല കുറവുള്ള റൈസും ചിക്കൻ്റെ പീസസും ഒക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ബിരിയാണി വിളമ്പുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് വലിയ ഇൻക്ലിപ്പൊന്നും ഞാനിതിന് എടുത്തിട്ടില്ല. ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.